സുഹൃത്തുക്കളെ, വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കുത്തുപ്പള്ളിൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 21 ഞായറാഴ്ച. ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നലത്തെ ദിവസം ചരിത്രപ്രധാനമായ ഒരു ദിവസമായിരുന്നു. ഇന്നലത്തെ ദിവസം 20 ശനിയാഴ്ച ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു ബൃഹത്തായ പരിപാടി പമ്പാ തീരത്ത് നടന്നിരുന്നു. അവിടെ കെട്ടിയുണ്ടാക്കിയ 3500 പ്രതിനിധികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ ശീതീകരിച്ച അത്യന്തം നൂതനമായ സൗകര്യങ്ങളോട് കൂടിയ ഒരു ഹാൾ അവിടെ ഉണ്ടാക്കിയിരുന്നു സർക്കാർ. മറ്റ് 2 സ്ഥലങ്ങളിൽ കൂടി പാനൽ ചർച്ചകൾക്ക് ഹാളുകൾ സജ്ജീകരിച്ചിരുന്നു. ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഈ അവസാന കാലത്തെ 9.5 വർഷം കഴിഞ്ഞിരിക്കുന്ന കാലത്ത് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടായതുപോലെ നടത്തിയത് ആണെന്ന് ചില ദോഷൈക ദൃക്കുകളൊക്കെ പറഞ്ഞു. നമ്മളിവിടെ പരിശോധിക്കുന്നത് സാധാരണക്കാരൻ്റെ വീക്ഷണ കോണിൽ നിന്ന് ഇത്തരമൊരു സംഗമം ആവശ്യമായിരുന്നോ, അതോ ഇത് വെറുതെ പണച്ചെലവുണ്ടാക്കുന്ന വെറുതെ ഒരു വെള്ളാനിയാണോ, എന്താണ് സാധാരണക്കാരൻ ചിന്തിക്കുന്നത് എന്ന് മാത്രമാണ് നാം ഇതിൽ പരിശോധിക്കുന്നത്. ഏതാണ്ട് 4500 അപേക്ഷകർ ഓൺലൈനായി വന്നതിൽ നിന്ന് 3500 വരെ സെലക്ട് ചെയ്യുകയായിരുന്നു ഉണ്ടായതെന്ന് സംഘാടകർ പറഞ്ഞു. സംഘാടകർ എന്നാൽ മുൻ കോൺഗ്രസ്സുകാരനായ PS പ്രശാന്ത്. അദ്ദേഹം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അദ്ദേഹമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ പ്രസിഡൻറ്റ്. അങ്ങേരാണ് പറഞ്ഞത് 4500 അപേക്ഷകരിൽ നിന്ന് 3500 പേരെ സെലക്ട് ചെയ്തു. അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം അവിടെ ഒരുക്കിയുമിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ച പോലെ ആൾക്കാരൊന്നും എത്തിയില്ല. മുഖ്യ അതിഥിയായ പിണറായി വിജയൻ പ്രസംഗിച്ചപ്പോൾ ഏതാണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം തന്നെയാണ്. അങ്ങേരുടെ പ്രസംഗം ഏതാണ്ട് തീരാറായപ്പോൾ ആൾക്കാരൊക്കെ സദസ്സ് വിട്ടൊഴിഞ്ഞു. ഏതാണ്ട് 625 വരെ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെ എവിടെ നിന്നൊക്കെയോ മറ്റു ദേവസ്വങ്ങളിൽ നിന്നൊക്കെ തട്ടിക്കൂട്ടി കൊണ്ടുവന്ന് എവിടെ നിന്നൊക്കെയോ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് എത്തിയവരായിരുന്നു എന്നുള്ള സത്യം നമുക്കങ്ങനെ മനസ്സിലായി. എന്താണ് ഈ 3500 പ്രതിനിധികളെ വിളിച്ചിട്ട് അതിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള 16 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആരെയും കണ്ടില്ല. തമിഴ്നാട്, കർണാടക, തെലങ്കാന, UP എന്നിവിടങ്ങളിലൊക്കെ വിളിച്ചിരുന്നു മുഖ്യമന്ത്രിമാരെ, നമ്മുടെ മുഖ്യമന്ത്രി നേരിട്ട്. പക്ഷേ അവിടെ നിന്നും ആരും കണ്ടില്ല. നമ്മുടെ മുഖ്യമന്ത്രിയുടെ കട്ടച്ചങ്കായ സ്റ്റാലിൻ പോലും വന്നില്ല. പക്ഷേ അദ്ദേഹം തൻ്റെ 2 മന്ത്രിമാരെ അയച്ച് ആ കുറവ് പരിഹരിച്ചു. പിന്നെ അവിടെ സദസ്സിൽ നിറഞ്ഞിരുന്നത് വെള്ളാപ്പള്ളി നടേശനായിരുന്നു. അദ്ദേഹം വന്നത് തന്നെ ഒരേ കാറിൽ മുഖ്യമന്ത്രിയുടെ ഒക്കത്തിരുന്ന് എന്ന വണ്ണമാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിൻ്റെ എതിരാളിയായ ഗോകുലം ഗോപാലൻ എങ്ങനെയാണ് വന്നാൽ അറിഞ്ഞില്ല. അദ്ദേഹവും വേദിയിലുണ്ടായിരുന്നു. പിന്നെ കേരള മന്ത്രിസഭയിൽ സകലമാന മന്ത്രിമാരും ഉണ്ടായിരുന്നു. അവിടെ എന്തോ വലിയ വിരുന്ന് നടക്കുന്നത് എന്ന പോലെ. അതിൽ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. എന്താണ് ഈ 3500 പ്രതിനിധികളെ ക്ഷണിച്ചിട്ടും അതിൽ 1600 പ്രതിനിധികൾ മാത്രം, അത് പ്രതിനിധികളാണോ എന്ന് പോലും നമുക്കറിയില്ല. ഇത്ര ശുഷ്കിച്ച ഒരു സദസ്സുണ്ടായിരുന്നത് എന്ന് നമുക്കറിയില്ല. പലരും പിൻവലിഞ്ഞു കളഞ്ഞതിൻ്റെ ഉള്ളടക്കം എന്താണ്. അപ്പോഴാണ് ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുന്നത്. ഈയിടെയാണ് അവിടുത്തെ ഭഗവാന്റെ ദ്വാരപാലകന്മാരുടെ സ്വർണ്ണ പുറംചട്ട റിപ്പയറിനായി ചെന്നൈയിലേക്ക് രഹസ്യമായി കൊണ്ടുപോയി. പണ്ടൊരിക്കൽ ഇതേപോലെ കൊണ്ടുപോകേണ്ട ആവശ്യം വന്നപ്പോൾ ഹൈക്കോടതി ഇടപെട്ട് പറഞ്ഞു റിപ്പയർ എല്ലാം ഇവിടെ വെച്ച് തന്നെ ചെയ്താൽ മതിയെന്ന്. അന്ന് അങ്ങനെ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇത്തവണ ദേവസ്വം കമ്മീഷണറെ അറിയിക്കാതെ, ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ, അതായത് കോടതിയെ അറിയിക്കാതെ, അദ്ദേഹമാണ് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്ത് തന്നെ അറിയിക്കാതെ രഹസ്യമായിട്ട് കൊണ്ടുപോയി എന്ന്. തന്ത്രി PS പ്രശാന്ത്, പ്രസിഡൻറ്റ്, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ സർക്കാർ പ്രതികൾ മാത്രം അറിഞ്ഞുകൊണ്ട് കൊണ്ടുപോവുകയാണ് ചെന്നൈക്ക് ചെയ്തത് റിപ്പയറിന്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഉടനടി തിരിച്ചെത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് ദ്രാവക രൂപത്തിലാക്കി വച്ചിരിക്കുകയാണ്, ഉടൻ എത്തിക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞ്. പക്ഷേ കർശന നിർദ്ദേശത്തെ തുടർന്ന് സംഗമം നടക്കുന്ന ശനിയാഴ്ചക്ക് മുമ്പ് വെള്ളിയാഴ്ച എങ്ങനെയോ തിരിച്ചെത്തിച്ചു. അപ്പോഴാണ് ഒരു രഹസ്യം പുറത്തു വന്നത്.
കൊണ്ടുപോയതിലും 4 കിലോ സ്വർണം കുറഞ്ഞിരിക്കുന്നു. 8 ഗ്രാമുള്ള ഒരു പവന് 80,000 രൂപ വിലയുള്ളപ്പോൾ 4 കിലോ പോയാൽ എത്ര രൂപ ആ വകയിൽ അടിച്ചു മാറ്റാൻ പറ്റി എന്ന് നമുക്കൊന്ന് കണക്കാക്കി നോക്കിയാൽ മാത്രം മതി. ഈ 3500 പേരിൽ 1600 പേർ മാത്രം വന്നത് എന്താണെന്നുള്ള വേറൊരു കാര്യം കൂടിയുണ്ട്. ഹൈക്കോടതി, സുപ്രീം കോടതി ചില ഇൻഡാസുകൾ ഇട്ടിരുന്നു. പമ്പയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് കുഴപ്പം വരരുത്, മലിനീകരണം ഉണ്ടാകരുത്, സാധാരണ ഭക്തർക്ക് ഒരു കുഴപ്പവും വരരുത്, അവർക്കൊരു ലംഘനവും ഉണ്ടാകരുത്, ഒരു തടസ്സവും ഉണ്ടാകരുത്. അതോടൊപ്പം തന്നെ വരവ് ചിലവ് കണക്കുകൾ സുതാര്യമായിരിക്കണം, കോടതിക്ക് റിപ്പോർട്ട് ചെയ്യണം. ഇത് കേട്ടപ്പോൾ മനസ്സിലായി ഈ 3500 പേർക്കും തങ്ങളുടെ കയ്യിൽ നിന്ന് ഓരോ കോടി രൂപ നഷ്ടപ്പെടും. അങ്ങനെയാണ് 1500 കോടി രൂപ പിരിച്ചുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു മാമാങ്കമായിരുന്നു ഇതെന്നുള്ള രഹസ്യം അവരൊക്കെ അറിഞ്ഞത്. അവരൊക്കെ കൂട്ടായി പിൻവലിഞ്ഞു കളഞ്ഞു എന്ന് നമുക്ക് ഈ അവസരത്തിൽ കരുതേണ്ടി വരും. പിന്നെ അവിടെ ആയിക്കുഴി ഉണ്ടായിരുന്നത് വെള്ളാപ്പള്ളി നടേശനും നമ്മുടെ ഗോകുലം ഗോപാലനുമാണ്. ഈ പൈസ കിട്ടാണ്ട് വന്ന ഭാരം മുഴുവൻ അവരുടെ തലയിലാകുമോ എന്നറിയില്ല. വെള്ളാപ്പള്ളിയുടെ തലയിൽ തീർച്ചയായിട്ടും ആകും. കാരണം വെള്ളാപ്പള്ളി അതുപോലത്തെ പുകഴ്ത്തലാണ് അവിടെ പിണറായി നടത്തിയത്. പരമഭക്തനാണ് പിണറായി എന്ന് പറഞ്ഞപ്പോൾ നാം ഞെട്ടിപ്പോയി. കോൺഗ്രസ്സുകാർ തലക്ക് കൈവച്ചു പോയി. ഒരു കോൺഗ്രസ്സുകാരൻ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരിക്കൽ പോലും ശബരിമലയിലേക്ക് തിരിഞ്ഞു നോക്കാത്ത മുഖ്യമന്ത്രി പെട്ടെന്നൊരു ദിവസം പരമഭക്തനെന്ന് കട്ടച്ചങ്കായ വെള്ളാപ്പള്ളി പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ കണ്ട് തള്ളിപ്പോയിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹം അവസരത്തിന് ഒത്തുയർന്നു. യഥാർത്ഥ ഭക്തൻ ആരാണെന്ന് അദ്ദേഹം രാമായണത്തെയും ഉപനിഷത്തുകളെയും ഭഗവത്ഗീതയിലെയും ഉദ്ധരണികളെടുത്ത് യഥേഷ്ടം പ്രയോഗിച്ച് ഒരു യഥാർത്ഥ ഭക്തൻ്റെ നിർവചനം അദ്ദേഹം അവിടെ കൊടുത്തു. പണ്ട് ത്രയംബകം വില്ല് ശ്രീരാമൻ കുലച്ചപ്പോൾ ദിഗന്ധങ്ങൾ പൊട്ടുമാറ് പ്രകമ്പനമുണ്ടായി എന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒരു പ്രകമ്പനമാണ് ഉണ്ടായത്. ആരാണ് യഥാർത്ഥ ഭക്തൻ? താനൊരു യഥാർത്ഥ ഭക്തനാണെന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം ഈ ഉദ്ധരണികളൊക്കെ എടുത്ത് പ്രയോഗിച്ചപ്പോൾ എല്ലാവരും കരഞ്ഞു പോയിട്ടുണ്ടാവും. ഇങ്ങനെയും മനുഷ്യൻ മാറുമോ? 9.5 വർഷത്തിന് ഇടയിൽ ഒരിക്കലും ഉണ്ടാവാത്ത ഒരു മാറ്റം അദ്ദേഹത്തിൽ ഇത്ര പെട്ടെന്നൊരു ഉൾവിളി വന്നോ? എന്താണ് അദ്ദേഹത്തിന് പറ്റിയത് എന്ന് ആരും ചിന്തിച്ചു പോകും. ആ പ്രസംഗം, അദ്ദേഹത്തിന് സുദീർഘമായ പ്രസംഗം എഴുതി വായിച്ചതാണ്. അത് മിക്കവാറും കെ ജയകുമാർ IAS അദ്ദേഹം എഴുതി കൊടുത്തതാവാനേ വഴിയുള്ളൂ. അദ്ദേഹം കവിയാണ്, IAS ഉദ്യോഗസ്ഥനാണ്, പ്രഗത്ഭനാണ്, ഇന്നും സർക്കാർ സർവീസിലുണ്ട്. അദ്ദേഹം എഴുതി കൊടുത്തതായിരിക്കാം. പക്ഷേ അത് ഒട്ടും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് യോജിച്ച ഒരു പ്രസംഗമായിരുന്നില്ല. സത്യത്തിൽ ഒരു അയ്യപ്പ സംഗമം നടത്തേണ്ടത് ആരാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. സർക്കാരിൽ ഇതിനെന്ത് കാര്യം? സർക്കാർ ഒറ്റ പൈസ പോലും അവിടെ നിന്ന് എടുക്കുന്നില്ലെന്നാണ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇഷ്ടം പോലെ പൈസ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് താനും എന്ന് പറഞ്ഞു. ഇങ്ങനെയൊരു സത്യത്തിൽ സർക്കാരിന് ഇങ്ങനെയൊരു ഗുലുമാൽ പിടിച്ചു തൂങ്ങേണ്ട കാര്യമുണ്ടോ? അവർക്കതിന് അവകാശമുണ്ടോ? 2018 സ്ത്രീ പ്രവേശന വിഷയവുമായി സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ കേരളത്തിലെ പ്രതിനിധികൾ, വക്കീലന്മാർ, അവർ ചുരുക്കത്തിൽ വേണമെങ്കിൽ ആചാരപ്രകാരം അവിടെ യൗവനയുക്തരായ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പാടില്ല. അതാണ് അനവധി വർഷങ്ങളായിട്ട് തുടർന്നു പോരുന്ന ആചാരം. ശബരിമല അയ്യപ്പൻ ശരിക്കും ശ്രീധർമ്മശാസ്ത്രാവാണ്. അദ്ദേഹം ബ്രഹ്മചാരിയാണ്. സ്ത്രീകളുടെ സാമീപ്യം പാടില്ല. അങ്ങനെ ആയിരിക്കെ അങ്ങനെ വാദിക്കേണ്ടതിന് പകരം അലംഭാവമാണ് സുപ്രീം കോടതിയിൽ കേരളത്തിൻ്റെ സർക്കാർ വക്കീൽമാർ കാണിച്ചത്. ഇവർ താല്പര്യം കാട്ടാത്തതുകൊണ്ട് 4-അംഗ ബെഞ്ചിൽ നിന്ന് വിധി വന്നു, സ്ത്രീ പ്രവേശനം ആകാമെന്ന് 2018. പക്ഷേ ഇന്ദു മൽഹോത്ര എന്ന മഹതി മാത്രം എഴുതി, വിയോജനക്കുറിപ്പ് എഴുതി, ആചാരത്തിനാണ് പ്രാധാന്യം, അല്ലാണ്ട് സർക്കാരിൻ്റെ സൗകര്യത്തിനല്ല എന്ന്. പക്ഷേ ഭൂരിപക്ഷമുള്ളതുകൊണ്ട് സുപ്രീം കോടതി വിധി വന്ന് യുവതീ പ്രവേശം ആകാം. നടക്കുന്ന കാര്യമല്ല. കുടുംബത്തിൽ പിറന്ന സ്ത്രീകൾ ആരും ദൈവത്തെ നിഷേധിച്ച് അവിടെ പോയി ഭഗവാനെ ഭജിക്കാനൊന്നും പോവില്ല. ആരെങ്കിലും പോകുമോ? പോവില്ല.
ആരും പോകാണ്ടായപ്പോൾ അവിടുത്തെ വരുമാനം കുറഞ്ഞു, കാണിക്കകളിൽ ഒന്നും കിട്ടാണ്ടായി. അപ്പോൾ കോടതി ഉത്തരവ് നടപ്പിലാക്കാനായി സർക്കാർ ചെയ്ത പണി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബിന്ദു അമ്മിണി, രഹന ഫാത്തിമ എന്നീ വിവാദ നായികമാരെ, യുവതികളെ, സ്ത്രീകളെ പോലീസ് യൂണിഫോം അണിയിച്ച് രാത്രിയുടെ മറവിൽ ജീപ്പിൽ സന്നിധാനത്ത് എത്തിച്ചു. എത്ര വലിയ തെറ്റാണ് അവർ ചെയ്തത്, സർക്കാർ ചെയ്തത്. ഇതിനെതിരെ ഹൈന്ദവ സംഘടനകൾ, പ്രത്യേകിച്ച് NSS, അവരൊക്കെ നാമജപ ഘോഷയാത്ര നടത്തി. വെറുതെ നാമം ജപിച്ച് രാമരാമ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരൊക്കെ സമാധാന ലംഘനം നടത്തി എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് ഇന്നും അവരുടെ പേരിൽ കേസ് നിലനിൽക്കുകയാണ്. സ്ത്രീ പ്രവേശനമാകാമെന്ന പേരിൽ സർക്കാർ കൊടുത്ത അഫിഡവിറ്റ് ഇന്നും സുപ്രീം കോടതി നിൽക്കുകയാണ്. ഈ അഫിഡവിറ്റ് പിൻവലിക്കാതെ സ്ത്രീ പ്രവേശനം ഇവിടെ സാധ്യമല്ല, ആചാരവിരുദ്ധമാണ്, ജനം അംഗീകരിക്കില്ല. ഒരു കുടുംബത്തിൽ പിറന്ന സ്ത്രീയും ബ്രഹ്മചാരിയായ ഭഗവാനെ കാണാൻ അവിടെ വരില്ല. അതിൽ പ്രായപൂർത്തിക്ക് താഴെയുള്ളവരോ വൃദ്ധരായവരോ മാത്രമേ വരൂ. അങ്ങനെ ഒരു തിരുത്തി കൊടുത്തിട്ടില്ല. ദേവസ്വം ബോർഡ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്, കൊടുത്തിട്ടില്ല. അതിന് സർക്കാർ അനുവദിക്കുമെന്നും തോന്നുന്നില്ല. അങ്ങനെ അവിടുത്തെ ആചാര ലംഘനം നടത്തിയ സർക്കാരാണ് ഇന്ന് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ കാട്ടിക്കൂട്ടിയത് എന്ന് കാണുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നും. ചില സഖാക്കളൊക്കെ മുഷ്ടി ചുരുട്ടി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഭഗവാനെ ഇങ്ങനെ ഭജിക്കുകയാണ് വേണ്ടത്. അവർ ഇൻകുലാബ് സിന്ദാബാദ് എന്നുള്ള അർത്ഥത്തിലാണ് അവരെ കാണിച്ചത്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ഞെട്ടിത്തെരിച്ചുപോയി. ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് CPMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി, അദ്ദേഹം വായ തുറന്നിട്ടില്ല. അദ്ദേഹത്തിന് അറിയാം ഇത് വങ്കത്തരമാണെന്ന്, മിണ്ടിയിട്ടില്ല. 1500 കോടി പിരിച്ചെടുക്കാനുള്ള പരിപാടി പാളിപ്പോയി. ഏറ്റവും വലിയ കാര്യം അതല്ല, ഈ വന്ന അതിഥികൾ, സർക്കാർ ക്ഷണിച്ച് പൊക്കിക്കൊണ്ടുവന്ന അതിഥികൾ ആരും ഭഗവാനെ കണ്ടില്ല. ഭഗവാനെ കാണാതെ AC ഹാളിലിരുന്ന് ഭക്ഷണം കഴിച്ച് ഒക്കെ അവർ സ്ഥലം വിട്ടു. പമ്പയിൽ വന്നിട്ട്, ശബരിമലയിൽ വന്നിട്ട് ഭഗവാനെ കാണാതെ പോയത് എത്രമാത്രം വലിയ തെറ്റാണ് എന്ന് അവർ ഒന്ന് ആലോചിക്കുന്നതെന്നാണ്. അതാണ് ഏറ്റവും അയ്യപ്പ കോപം വരാനുള്ള പ്രധാന കാരണം. മാത്രമല്ല, പ്രശാന്ത് തന്നെ ഇടയ്ക്ക് പറയുന്നുണ്ട്, അവിടുത്തെ ദേവസ്വം പ്രസിഡൻറ്റ്, അവിടുത്തെ നടത്തിപ്പ് വളരെ ദുർഘടമാണെന്ന്. അതായത് അദ്ദേഹത്തിൻ്റെ മുകളിൽ ആരോയൊക്കെയോ എന്തൊക്കെയോ പ്രഷർ ചെലുത്തുന്നുണ്ടെന്ന്. അത് നമുക്കറിയില്ല. ഇനി വിദേശത്ത് നിന്ന് പ്രതിനിധിയിൽ വന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യായിരുന്നു, കോവളത്തു നിന്നോ അത് ഫോട്ടോ വെച്ച് നിന്ന് കുറച്ച് സാഹിബന്മാർ പിടിച്ചുകൊണ്ടുപോയി ഉടുപ്പൊക്കെ ഇടിച്ച് മുമ്പിലിരുത്തി ഓരോ ഫയലും ഒരു പേനയും പിടിപ്പിച്ചാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വരും. അതെങ്കിലും സർക്കാരിന് ചെയ്യാമായിരുന്നു, മുഖം രക്ഷിക്കാമായിരുന്നു. അതും ചെയ്തില്ല. കാലിൽ ഒഴിഞ്ഞ കസേരയിൽ കണ്ടപ്പോൾ പിണറായി ഒക്കെ കുരു പൊട്ടിയിട്ടുണ്ടാവാം. എന്ത് പറ്റിയെന്ന് നമുക്കറിയില്ല. ആകെ പൊളിഞ്ഞു പാളീസായി പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഇവർ ഇങ്ങനൊരു സംഗമം ഇനി നടത്തുമോ എന്നറിയില്ല. എന്തായാലും സംഗമം, ഇതുപോലത്തെ ഒരു സംഗമം നടത്തിയാലും ഇല്ലെങ്കിലും നിങ്ങളൊരു കാര്യം കൂടി അറിയണം. ഇത് നടത്തുന്നത് അവിടെ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ വേണം, ഭക്തർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണം എന്ന് ഭക്തരിൽ നിന്ന് അറിയാനെന്നുള്ള വ്യാജേനയാണ്. ഒരു 6-7 വർഷം മുമ്പ് തിരുപ്പതി ദേവസ്വം ഇങ്ങോട്ട് വന്ന് പറഞ്ഞിരുന്നു, നിങ്ങളുടെ മാസ്റ്റർ പ്ലാൻ തരൂ, ഞങ്ങൾ ഫ്രീ ആയി പണിത് തരാമെന്ന്. അപ്പോൾ സർക്കാർ പറഞ്ഞത്, നിങ്ങൾ പണിയേണ്ട, കാശ് തന്നാമോ ഞങ്ങൾ പണിതോളാമെന്ന്, അതായത് അടിച്ചു മാറ്റിക്കോളാമെന്ന്. അതിനവർ സമ്മതിച്ചില്ല. അതാണ് ഒരു പ്രധാന കാരണം. പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ തിരുപ്പതി ദേവസ്വത്തിൻ്റെ കാര്യം അവർ നിരസിച്ചല്ലോ. ഇന്ദു മൽഹോത്രയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വേറൊരു അയ്യപ്പ സംഗമം ബദലായി നടക്കുന്നുണ്ട്. അതാണ് യഥാർത്ഥ സംഗമം. പിന്നെ നാളെ അയ്യപ്പ കർമ്മസമിതിയുടെ നേതൃത്വത്തിലും പമ്പയിൽ വേറൊരു സംഗമം നടക്കുന്ന, അതും യഥാർത്ഥത്തിലുള്ള സംഗമം തന്നെയാണ്. എന്തായാലും ഒരു കാര്യം നാം ഇവിടെ മഹാഭാരതം കിളിപ്പാട്ടിൽ എഴുത്തച്ഛൻ്റെ പ്രസിദ്ധമായ ഒരു വരികൾ ഓർമ്മിച്ച് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. കണ്ണാടി കാൺമോളവും തന്നുടെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും എത്രയും വിരൂപന്മാർ എന്നാണ്. കണ്ണാടി കാൺമോളവും തന്നുടെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും എത്രയും വിരൂപന്മാർ എന്നാണ്. തെറ്റ് സർക്കാരിന് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.
വീഡിയോ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.